ഇടുക്കിയുടെ ഉൾക്കാടിന് നടുവിലെ ഒരു നെൽകർഷക ഗ്രാമത്തെ നമുക്ക് പരിചയപ്പെടാം. മക്കുവള്ളി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം നാട്ടിലുണ്ടായ പട്ടിണി മാറ്റാൻ സർ CP മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയ നാടാണിത്. മക്കുവള്ളിയിലെ വയലുകളിൽ ഇന്നും നെല്ലുൽപാദനമുണ്ട്. കാണാം നമുക്ക് ആ റിപ്പോർട്ട്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം കേരളത്തിലും പട്ടിണി കൊടുമ്പിരി കൊണ്ട കാലം. അരി ഉൾപ്പെടെ ആവശ്യത്തിന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥ. ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിനിടെ ഇടുക്കിയിലെ കൊടും കാടിനുള്ളിലുള്ള മക്കുവള്ളിയിലേക്ക് ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ശ്രദ്ധയെത്തി. ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞതും നെൽകൃഷിക്ക് അനുയോജ്യവുമായ മക്കുവള്ളിയിലെ ആവാസ വ്യവസ്ഥ പ്രയോജനപ്പെടുത്താൻ സർ CP തീരുമാനിച്ചു. ഒട്ടും വൈകാതെ നെൽകൃഷിക്കായി മക്കുവള്ളിയിൽ ഏതാനും കുടുംബങ്ങളെ കുടിയിരുത്തി. സർ CPയുടെ കാലം മുതൽ ഇവിടെ കുടിയിരുത്തി ഒരു 13 കുടുംബങ്ങളെ കുടിയിരുത്തി കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ചതുപ്പുകളെ കുടിയിരുത്തപ്പെട്ട പ്രദേശമാണ് മക്കുവള്ളി. കൂടുതലായിട്ട് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത് നെല്ലാണ്. പണ്ടൊക്കെ മുപ്പ് കൃഷി ഉണ്ടായിരുന്നു, അതിനുശേഷം ഇരിപ്പുമായി, ഇപ്പം ഒരുപ്പൂയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം പ്രളയ ഒക്കെ ഉണ്ടായതിനു ശേഷം വെള്ളം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപ്പൂയിലേക്ക് ജനങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്, അവർ ഇവിടെ നിൽക്കാൻ പോലും അവർക്ക് മടിയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ആയിട്ട് അവർ ഓരോ പ്രദേശത്തേക്ക് കടന്നു പോവുകയാണ്. പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചവരാണ് ഇവിടെ എത്തി കൃഷി തുടങ്ങിയത്. കൊടും ശൈത്യം നിറഞ്ഞ പ്രകൃതിയോടും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളോടും പൊരുതി ഒടുവിലവർ പാടത്ത് പൊന്നു വിളയിച്ചു. ഇടുക്കി വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മക്കുവള്ളി എന്ന് പറയുന്നത്. അവിടെ എൻ്റെ കുഞ്ഞിക്കാലത്ത് എന്നെ എളിയിലെടുത്തോണ്ട് ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കാരണന്മാരായിട്ട് താമസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് 72 വയസ്സ് കഴിഞ്ഞു. ഇത് അധിക ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി കൊടുത്താണ് സർ CPയുടെ കാലത്ത്. അത് ഈ നെൽവയലുകൾ മാത്രമേ കൊടുത്തുള്ളായിരുന്നു, പാടമായിട്ടുള്ളതോടെ. ബാക്കി കരസ്ഥലം ഒന്നും കൊടുത്തില്ല. പൂർവികരുടെ പട്ടിണി മാറ്റിയ നെൽകൃഷി ഇന്നും പാരമ്പര്യമായി ഇവിടെയുള്ളവരിൽ ചിലർ തുടരുന്നുണ്ട്. വിതയും കൊയ്ത്തും മക്കുവള്ളിയുടെ പ്രധാന ഉത്സവങ്ങളാണ്. വളവും കീടനാശിനിയുമില്ലാതെ 100 മേനി വിളഞ്ഞ നെൽപ്പാടങ്ങളിൽ വർഷത്തിൽ 3 കൃഷി എന്നത് ഇപ്പോൾ ഒരു തവണ മാത്രമായി ചുരുങ്ങിയെന്ന് മാത്രം. എൻ്റെ പേര് ജേക്കബ് എന്നാണ്, ജേക്കബ് മത്തായി. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. എനിക്കിപ്പോൾ 64 വയസ്സുണ്ട്. ഞാൻ ഇവിടെ ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെ ഈ പാടം എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആണ്. അന്ന് 3 പ്രാവശ്യം ഒരു വർഷത്തിന് 3 കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് അത് 2 ആയി. പിന്നീട് അതിപ്പോൾ ഒരു കൃഷിയിലേക്ക് ചുരുങ്ങി. അതിൻ്റെ കാരണം ഒന്ന് തൊഴിലാളി പണിയാനുള്ള ആൾക്കാരുടെ കുറവ്, രണ്ടാമത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയതിൻ്റെ പേരിലാണ് കൃഷി ഇപ്പോൾ കുറഞ്ഞു പോയത്. ഇടുക്കിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളിലൊന്നാണ് മക്കുവള്ളിയിലെ നെൽപ്പാടങ്ങൾ. വരും തലമുറയ്ക്കായി ഇവ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സർക്കാരിന് ഇടപെടലുകൾ ഉണ്ടാവണം. ക്യാമറമാൻ റൈസൻ DS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.